ഇന്ന് ഞാൻ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ ഓണിയൻ വഴറ്റുന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നമ്മൾ ഡയറക്റ്റ് ചിക്കനിലൂടെ തന്നെ ഓണിയനും ഗാർലിക്കും എല്ലാം ഇട്ട് ഒരുമിച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളി, ഒരു 25 ചെറിയ ഉള്ളിയെല്ലാം എടുക്കുക, ഒരു 2 സവോള, ഒരു 15 അല്ലി ഗാർലിക്ക്, ഒരു ചെറിയ പീസ് ജിഞ്ചർ, ഗ്രീൻ ചില്ലി 2-3 ഇടാം, കറി ലീവ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എല്ലാം കൂടെ നമ്മൾ ചിക്കനിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലൂടെ നമുക്കതിൽ ചേർക്കാം. അല്ലാതെ നമ്മളിത് വഴറ്റുന്നൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാ മസാലയും ഞാൻ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓണിയനും എല്ലാ ഐറ്റംസും ഒരുമിച്ചിട്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണ്. അതിലൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കാം. നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാവേ. വെള്ളമൊന്നും ഞാൻ എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൽ നിന്നുള്ള വെള്ളം തന്നെ ഊറി ഇറങ്ങിയതാണ് കേട്ടോ. നമുക്ക് ചിക്കൻ കുറച്ച് നല്ല കറിയായിട്ട് തന്നെ വേണം, അതുകൊണ്ട് ഞാനൊരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഇതിൽ ചേർക്കുകയാണ്. കറി അധികം വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മൾ നന്നായിട്ടൊന്നെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുക. ഒണിയനൊന്നും ഇട്ട് വഴറ്റി ഒരുപാട് നേരമൊന്നും നിൽക്കേണ്ട, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കറി ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് അടിയിലൊന്നും പിടിക്കാതിരിക്കും, ഇടയ്ക്ക് കൊടുക്കണേ. ഇപ്പോൾ ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർക്കുവാണേ. നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് തക്കാളി ചേർക്കുമ്പോൾ. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത് കേട്ടോ. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഒരല്പം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണേ. നമുക്ക് അതിന് മുന്നേ കുറച്ച് മല്ലിയില ഇടാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ കറി ലീവ്സ് ഇടാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.